അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഗുണ്ടകളെ പോലെ പ്രവർത്തിച്ചു, പോലീസിനെ പോലെ പ്രവർത്തിച്ചു. മലയാളികൾ ആവേശത്തോടെ ഏറ്റെടുത്ത ഒരു മാസ് ഡയലോഗാണിതല്ലേ. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ തൃശ്ശൂരുകാരുടെ മനസ്സ് കീഴടക്കിയ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോയുടെ വാക്കുകളാണിത്. തൃശ്ശൂരിലെ 1.5 വർഷത്തെ സേവനത്തിനു ശേഷം കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ ഹൈദരാബാദ് IPS ട്രെയിനിങ് അക്കാദമിയിലേക്ക് അധ്യാപകനായി ചുമതലയേൽക്കുകയാണ് അദ്ദേഹം. തൃശ്ശൂരിലെ ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ ജീവിതത്തെക്കുറിച്ച് ഇളങ്കോ ന്യൂസ് മലയാളത്തോട് സംസാരിക്കുകയാണ്. വാക്കിലേക്ക്. ചുരുങ്ങിയ കാലം കൊണ്ട് തൃശ്ശൂരുകാരുടെ ഹൃദയത്തിൽ ഇടം നേടിയ പോലീസ് ഉദ്യോഗസ്ഥനാണ് കമ്മീഷണറായിരുന്ന ആർ ഇളങ്കോ. അദ്ദേഹം കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ തൃശ്ശൂരിൽ നിന്ന് മാറ്റം നേടുകയാണ്. ആർ ഇളങ്കോ അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നു. സാർ, ആദ്യമായ ആശംസകൾ. തൃശ്ശൂർ വിട്ടുപോകുന്നതിൽ വിഷമമുണ്ടോ? പേഴ്സണലി വിഷമമുണ്ട്, പക്ഷേ പ്രൊഫഷണലി ഇത് നോർമലായിട്ട് ആഗ്രഹിച്ചു പോകുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും വിഷമമൊന്നുമില്ല. ഈ തൃശ്ശൂർ നൽകിയൊരു പ്രൊഫഷണൽ എക്സ്പീരിയൻസ് എന്തായിരുന്നു? നല്ല എക്സ്പീരിയൻസ്. ഇൻഫാക്ട് ശരിക്കും ഇതിൻ്റെ 4ാമത് ജില്ലയാണ്. അപ്പോൾ ഇതിന് മുമ്പുള്ള ജില്ലകളിൽ പഠിച്ച ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ ഇത് ചെയ്യാം. അതിലുള്ള തെറ്റുകളൊക്കെ ഇതിൽ ആവർത്തിക്കാതെ തിരുത്താനായിട്ട് കഴിഞ്ഞു. സാധാരണ സിനിമയിലെ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്ന ഡയലോഗുകൾ നമ്മൾ പലപ്പോഴും ഏറ്റെടുക്കാറുണ്ട്. സാറിൻ്റെ ഇവിടെ പറഞ്ഞ നെല്ലങ്കരയിലെ സംഭവത്തിൽ പോലീസിൻ്റെ പണി ചെയ്തു, ഗുണ്ടകളുടെ പണി ചെയ്തു എന്ന് ഉള്ള ഡയലോഗ് മാസ്സായിരുന്നു. അത് കേരള പോലീസ് തന്നെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ അടക്കം ഷെയർ ചെയ്യുന്നു. അത് എന്തായിരുന്നു ആ ഒരു സാഹചര്യം? ഭയങ്കര പ്രഷറായിരുന്നു ഒന്ന്. അല്ല, അത് മാസ് ഡയലോഗിനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അത് ഉള്ള സംഭവം ഉള്ളതുപോലെ പറഞ്ഞതേ ഉള്ളൂ. അത് പോലീസിൽ എപ്പോഴും ജനങ്ങൾ 2 എക്സ്ട്രീമേ പറയും. ഒന്ന് ഫുൾ മൃദുവായിട്ടുള്ളത്, ഇല്ല ഫുൾ ഒരു ആക്രോശമായിട്ട് ഒരു വയലൻ്റ് ആയിട്ടുള്ള. അപ്പോൾ പോലീസിന് പറഞ്ഞാൽ അങ്ങനെ അല്ല. നമുക്ക് നമ്മൾ എതിരെ വരുന്ന ഒരു ആക്രമശക്തനായിട്ട് വരുന്ന ഒരു തന്നെ കീഴ്പ്പെടുത്താനായിട്ട് മതിയായ ബലപ്രയോഗം ചെയ്യേണ്ടി വരും. ചെയ്തതിന് ശേഷം അതേ വ്യക്തിനെ നമ്മൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും. അതാണ് പോലീസിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ. അതൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു സംഗതിയല്ല. ഒരു 2 കൂട്ടുകാർ തമ്മിലിടിയായി എന്ന് പറഞ്ഞാൽ അവനെ ഇടിക്കും, പിന്നെ അവൻ പോവും. പോലീസ് അങ്ങനല്ല. നമുക്ക് മതിയായ ബലപ്രയോഗം ചെയ്യണം, അതിനുശേഷം അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിക്ക് പോലീസിൻ്റെ പ്രവൃത്തിയെന്ന് ഉദ്ദേശിച്ചത് അതാണ്. ഒരു കാര്യം കൂടെ, ഈ പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പൂരമാണെങ്കിലും പുലിക്കളിയാണെങ്കിലും ഒക്കെ വളരെ എൻജോയ് ചെയ്തൊരു ഡ്യൂട്ടി നോക്കിയ ഒരു സാറിനെ കാണാൻ കഴിഞ്ഞിരുന്നു. ഇനിയും അതിലേക്ക് പൂരം കാണാനോ പുലികളി കാണാനോ തൃശ്ശൂരിലേക്ക് എത്തുമോ? അത് തീർച്ചയായിട്ടും അതിനേക്കാളും ഇപ്പോൾ ഉള്ളതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ എൻജോയ്മെൻറ്റ് ഉണ്ടാകും. ബിക്കോസ് നമുക്ക് ഉത്തരവാദിത്തം ഡയറക്റ്റ്ലി ഉണ്ടാവില്ല. എന്താണ് പെട്ടെന്നൊരു ടീച്ചിങ്ങിലേക്ക് പോകാനുള്ളൊരു കാരണം? കേന്ദ്ര ഡെപ്യൂട്ടേഷൻ ചോദിച്ചു മേടിച്ചാണെന്ന് മനസ്സിലാക്കുന്നു. അതെ, ഞാനൊരു സാധാരണ ഒരു നോർമൽ ഒരു ടൗണിൽ നിന്ന് വന്ന ആളാണ്. അപ്പോൾ എനിക്ക് ഇൻഫാക്ട് ഹിന്ദി, മലയാളം പഠിപ്പിച്ചത്, പോലീസിങ് പഠിപ്പിച്ചത്, ഇതൊക്കെ പഠിപ്പിച്ചതൊക്കെ നമ്മുടെ അക്കാഡമിയാണ്. അവിടെ 1-2 ഉദ്യോഗസ്ഥരെ കണ്ട് അവരെപ്പോൾ ആകണമെന്ന് പറഞ്ഞിട്ട് ഒരു ആഗ്രഹത്തിലാണ് ഞാൻ ജോലിയും ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു പഠിച്ച ഒരു സ്ഥലത്തേക്ക് തന്നെ വീണ്ടും മതിയാവാനായിട്ട് പോകുകയെന്ന് പറഞ്ഞാൽ അത് വളരെ ഒരു ഗൗരവമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാരണം കൊണ്ടാണ് ആഗ്രഹിച്ച് പോകുന്നത്. എന്തായാലും വീണ്ടും കാണാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. എന്തായാലും താങ്ക് യു സാർ. താങ്ക് യു. പോലീസ് വേഷത്തിലല്ലാതെ അദ്ദേഹത്തെ വളരെ ചുരുക്കമാണ് കാണാൻ കഴിഞ്ഞത്. എന്തായാലും പുതിയ ചുമതല ഏറ്റെടുക്കുകയാണ്. കേരള കേഡർ ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ വേഗത്തിൽ അദ്ദേഹം കേരളത്തിലേക്ക് തന്നെ മടങ്ങിയെത്തുമെന്നും പ്രതീക്ഷിക്കാം. ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശ്ശൂർ.